സ്ട്രോബെറി ആണോ ചോക്ലേറ്റ് ആണോ? ദേവട്ടിക്ക് ചാരുണ്ട് എനിക്കാണൊക്കെയാണ് ഞാൻ കഴിക്കില്ല. എനിക്കും ചാരുട്ടിക്കും ഐസ്ക്രീം വേണ്ട. ചാരുട്ടി നമുക്ക് വേണ്ടല്ലോ. ഏട്ടാ നെല്ലിക്കൊക്കെ എന്തായാലോ? ഈ കാപ്പാടില്ല വാസ്കോടൊക്കെ കപ്പലിറങ്ങിയ സ്ഥലം എവിടെയാ? ഇതൊക്കെ ഇവിടൊക്കെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് അന്ന് കണ്ട ആൾക്കാരൊന്നുമില്ല. ഞാൻ പറയാൻ മനസ്സിലായില്ലേ, അന്നിപ്പോ ഇത് ഈ പാറയും ഈ ഇത് ഇതിനായ സ്ഥലം പിന്നെ ഒരു പില്ലറിട്ടേക്കുന്ന അപ്പുറം ഒരു 2 കിലോമീറ്റർ പോലെ അന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഈ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വരാനുള്ള മാർഗരേഖ അവിടെ വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അന്ന് ഒരു സ്ഥലത്ത് പോന്നു. അത് തന്നെ. നിങ്ങളെ പേരെന്തോ? അതെങ്ങനെയാ പേരക്കുണ്ടോ? പേരക്കെന്താ? ഒരു പേരക്കോട്ടെ മതി. നിങ്ങൾ കുറെ കാലമായി ഇവിടെ കച്ചവടം? കച്ചവടം എൻ്റെ വേറെ ആളതൊക്കെ ഞാൻ കുറെ ആയി ഉണ്ട്. നല്ല ആയതാന്ന് കേട്ടോ. രാജൻ എന്നല്ല പേര്. ഞങ്ങൾ കടലോണ്ടി അറിയാം. ആ പുരുഷൻ കടലോണ്ടി അറിയാം. ആ ഇവിടെ ആളിങ്ങനെ കണ്ടവനുണ്ടാവലുണ്ടോ? ഉണ്ടാവില്ല. ഇങ്ങനെ കൃഷിയായി വരുന്നത് മറ്റൊന്നും അറിയില്ലല്ലോ. അപ്പൊ അന്നിങ്ങനെ ഉദ്യോഗസ്ഥന്മാരാണ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഇത് ചെയ്യണ്ടേ. അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് വരേണ്ടവര് വീഡിയോ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഈ സാധനം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കാൻ ഇഷ്ടംമാതിരി കഴിച്ചാൽ പുളിച്ചാറ്. ഞാൻ പഠിക്കണ കാലത്ത് 10 പൈസ പാക്കറ്റിന്, പിന്നെ 25 പൈസയായി, പിന്നെ 50 പൈസയായി. ഇപ്പം എത്രയാ? പുളിച്ചാറാ. ഓക്കെ രാജേട്ടോ, ഓക്കെ കാണാം. നീ വരുമ്പോൾ കാണാം കേട്ടോ. പ്രസ്സിൽ വർക്ക് ചെയ്യാണ്, പിന്നെ ഒരു ഓട്ടോ ഓടിക്കണ്ട്. നിങ്ങളെവിടെ എടുത്താ? ഓക്കെ ഓക്കെ നോക്കാം, ശരി. ഹായ് കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കാപ്പാടാണ്. ഇവിടെ ഈ പാർക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ പാർക്കിംഗ് ഫീസ് 30 രൂപയാണ് പുറത്ത് റോട്ടിൻ്റെ സൈഡ് നിർത്തിയിരുന്നത്. അങ്ങനെ ഫീസ് കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഉള്ളോട്ട് കയറാനും ഫീസാണ് കേട്ടോ. ഓരോരുത്തർക്ക് 25 രൂപ, കുട്ടികൾക്ക് 10 രൂപയൊക്കെയാണ്. ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിരിക്കുന്നതാണ്. ഇവിടെ പൈസ കൊടുത്ത് കയറേണ്ട വിചാരിച്ച് പിന്നെ ഞങ്ങൾ അപ്പുറമുണ്ട് ഒരു വേറെ ബീച്ച്, പാറക്കെട്ടുകളുള്ള അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ മുതിർന്നവർക്ക് 25, കുട്ടികൾക്ക് 10, പ്രായമായവർക്ക് 12 രൂപയാണ് കേട്ടോ ചാർജ്. ഇത് എത്ര നേരം ഓപ്പൺ ഇവിടെ ഞങ്ങൾ പാർക്കിൽ കയറിയില്ല കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് കോഴിക്കോട് ബീച്ചിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് വെറുതെ പാർക്കിംഗ് ഫീസ് കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടോ. കാപ്പാട് ഈ പാറക്കെട്ടുകളുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. ഇതിന് കുറേ മുമ്പ് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ശാന്തനായിട്ട് ഉറങ്ങണം നായി ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് പോയി വീഴുന്നിട്ട് വെള്ളത്തിൽ. അങ്ങോട്ട് ഒറ്റ പോലെ
അവിടെ അങ്ങോട്ട് പോവല്ലേ? ഓരെ പിടിച്ചിട്ട് ഓരെ കൂടെ വീഴ്ത്തിടല്ലേ? വീഴല്ലോ അവിടെ നിന്നു. അടിപൊളി വരാം ഇത് കേട്ടാ. ഇങ്ങോട്ടേക്ക് ഉള്ളു അങ്ങോട്ട് കിടക്കാൻ കേട്ടോ. കേട്ടോ സൂപ്പറാണ് കേട്ടോ. വാ വാ അടിപൊളി തന്നെ. അങ്ങോട്ട് പോകല, അങ്ങോട്ട് കിടക്കരുത്. ഇവിടെ നിന്നാ മതി, ഇരിക്കണ്ട. അകത്തിരുന്നോ. ഗുണം കഴിക്കുകയാണെങ്കിൽ കഴിക്കും. കത്ത് ഇതാണ് കിട്ടുക. വാങ്ങി നമ്മുടെ അപ്പത്തി പോവാ കേട്ടോ. എൻ്റെ കൂട്ടത്താണ് നടന്നോണ്ടിട്ടാ. അവിടേക്ക് പോയിരുന്നാൽ വെള്ളം അങ്ങനെ കയറി വരുന്നത്. അവിടേക്ക് പോകാനിട്ടാ അത് വഴുക്കുണ്ടാവും കേട്ടോ. അങ്ങോട്ട് പോല അവിടെ ഇരുന്നോ. ചോട്ടം തൊട്ടോ അവിടെ ഇരിക്കണേ. ചേട്ടാ എങ്ങനെയുണ്ട്? അങ്ങ് ദൂരെ കാണണം കേട്ടോ കോഴിക്കോട് സ്വിം ചെയ്ത് കേട്ടോ. ആ കാണാണ് കോഴിക്കോട്. അവിടെ വഴുക്കുണ്ടാവും കേട്ടോ. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകണം. കുറേ അവിടെ വഴുക്കി ഇങ്ങോട്ട് പോയി പോവും. ഈ അവിടെ നിന്ന് പോയി ഇറങ്ങിയോ? അവിടെ നിന്ന് കേട്ടോ. എങ്ങോട്ട് പോകല്ല. അവിടെ വഴുക്കാൻ കേട്ടോ. വീണാ ഞാൻ ചത്തുപോവും. കൂട്ടുകാരെ ഇതായിട്ട് നമ്മളെ കാപ്പാടി ബീച്ചാണ്. നീ കൈ കഴുകണം പറഞ്ഞാൽ അന്നേ കിട്ടിട്ടോ എനിക്ക്. അത് കവറിലാക്കി നമുക്ക് നോക്കാം. ഇവിടെ വിടുവോ? വീഡിയോ ആണ്. അമ്മ വീഡിയോ കഴിഞ്ഞില്ല. അമ്മ ഇങ്ങോട്ട് നോക്കാം. ആയിക്കോട്ടെ. നിങ്ങളിപ്പോൾ ഉള്ളത് കാപ്പാടാണ് കേട്ടോ. കാപ്പാടി ബീച്ചിലാണ്. വാസ്കോ ഡ ഗാമ 1498 കപ്പലിറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഈ കാപ്പാടി ബീച്ച്. ആ ദൂരെയാണ് കാപ്പാടി മൂപ്പര് കപ്പലിറങ്ങിയത്. ഇവിടെയൊക്കെ പാറയാണ് കേട്ടോ. അങ്ങോട്ട് പോരുത്, അവിടെ നിന്നാ മതിയാ. ഇവിടെ അറിയില്ല, നല്ല വഴുക്കണ്ടാകാം.
ചാറുട്ടിയാടാ ചാറുട്ടി ഐസ്ക്രീം വാങ്ങിയില്ല. കുപ്പി കഷ്ണം ഉണ്ടാവും. എടുക്കണ്ട. അതിനാ ഇപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ കൂടെ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അളിയനും അളിയൻ്റെ വൈഫും പിന്നെ അവിടെ മാമനും മാമൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പോയി എന്തോ തിരക്കാണ് പറഞ്ഞിട്ട് അവരൊക്കെ പോയി. ഞങ്ങൾ പിന്നെ വല്ലപ്പോഴേക്ക് ഇവിടെ വരുന്ന ടൈം ഒന്നും ഇവിടെ കണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അവരൊക്കെ പോയിട്ട് കുറേ നേരമായി. ഞങ്ങൾ കാഴ്ചകൾ കണ്ടിട്ടൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാറ്റും ഒക്കെ കൊണ്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഏട്ടാ മോ വരുണ്ട ചാരിസേ. എന്താ ചാരിസേ? ഏത് ഇതിലില്ല ഉണ്ടടാ. ആ കുട്ടികളെ ഇപ്പൊ ഇറങ്ങിയത് നല്ലതല്ലട്ടാ. അത് കേറിയാ കേറിങ്ങട്ട്. ബോട്ടിൽ കുറച്ച് ഇപ്പോഴാ കാണിച്ചാലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. കാപ്പാടിന്ന് ബീച്ചൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അവിടെ ആക്കിയടാ. ഫുള്ള് പാറക്കെട്ടുകളാണ് കേട്ടോ അവിടെ. പോണ്ട കൂട്ടുകാരെ എല്ലാവരും കാപ്പാട് കണ്ടില്ലേ? ഇതാണ് നമ്മളെ കാപ്പാട് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം കേട്ടോ. ഇവിടെ അല്ല കപ്പലിറങ്ങിയത്, കുറച്ച് അങ്ങോട്ടാണ്. അവിടെയാണ് പറഞ്ഞ ആ സ്തൂപൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പീഡിയക്കാരൻ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പേരക്കായിരുന്നു കേട്ടോ. ഞാൻ പേരൊക്കെ കഴിച്ച് 10 രൂപയാണ്. 10 രൂപ കൊടുത്ത് പോന്നു കേട്ടോ. മൂപ്പര് ഭയങ്കര പാവാണ്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി മൂപ്പര. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഇടണം. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ദേവട്ടനും ദേവട്ടിക്ക് ഫുൾ ഹാപ്പിയാണ്. അവർ വരില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്ക് തിരിച്ച് കടലുണ്ടി എത്തണം. കോഴിക്കോട് വൈഫിൻ്റെ വീട്ടിൽ അവരെ ആക്കി കൊടുത്തിട്ട് എനിക്ക് പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് വൈഫിൻ്റെ വീട്ടിലേക്ക്. അവിടുന്ന് പിന്നെയും കുറേ പോകാണ്ട് എൻ്റെ വീട്ടിലേക്ക്. ദേവട്ടനും ദേവട്ടിക്കൊന്നും ഇവിടുന്ന് പോരാൻ തോന്നില്ല കേട്ടോ. അങ്ങനെ നല്ല സ്ഥലമായതുകൊണ്ട് എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ കൂട്ടുകാരെ.